ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് സുഖമാണ്. അപ്പോൾ കൊല്ലത്തൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞാൻ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകളിലൊക്കെ നമ്മുടെ വെച്ച സാധനങ്ങളൊക്കെ തീർന്നു എന്ന് നോക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ജീരക മിഠായി, നാരങ്ങ മിഠായി, ചെറി അങ്ങനെ ഐറ്റംസൊക്കെ തീർന്ന് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നിരുന്ന് എല്ലാം പാക്കാക്കി നമുക്കിനി ഇത് ബോർഡാക്കിയിട്ട് സാധനങ്ങൾ ഇന്ന് തന്നെ വൈകിട്ട് എത്തിക്കണം കേട്ടോ. സ്കൂൾ തുറക്കുമ്പോഴാട്ടോ ഈ നാരങ്ങ മിഠായി, ജീരക മിഠായി, ചെറി ഇതെല്ലാം പെട്ടെന്ന് ചിലവായി പോകുന്നത്. സ്കൂൾ അടച്ചിരുന്ന സമയത്ത് മൂവിങ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ തക്കട് വന്ന് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തുകൊണ്ട് തന്നിട്ട് എനിക്ക് പൊട്ടിച്ച് തരാനായിട്ട് പറയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം അതെടുത്ത് പൊട്ടിച്ചു കൊടുത്തു. ഇതിനെ മുളക് മിച്ചർ എന്നാണ് കേട്ടോ പറയുന്നത്. നല്ല ടേസ്റ്റാണ്. മുളക് മിച്ചർ പേര് മാത്രമേ ഉള്ളൂ, എരിയൊന്നുമില്ല. നല്ല പൊട്ട് കടലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കഴിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു മിച്ചറാണ് കേട്ടോ അത്. ഞാൻ ഇടയ്ക്കൂടെ പൊട്ടിച്ച് കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സഹായത്തിനായിട്ട് ഒരാളോട് ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മായ ലേവലിട്ടിരുന്നുകൊണ്ട് പിന്നെ ഇത് ഇത്രയും ഇരുന്ന് നിറച്ച് തന്നത് ഉമ്മ തന്നെ കേട്ടോ. അപ്പം ഞാൻ ലേവലിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബോർഡുകളൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി പാക്കിങ്ങിന് കയറി കേട്ടോ. അപ്പോൾ മൊത്തം തീർന്നിരിക്കുന്നതുകൊണ്ട് ഇന്ന് തന്നെ സാധനങ്ങളൊക്കെ കൊടുക്കണം. അതുകൊണ്ട് പെട്ടെന്ന് വെപ്രാളത്തിൽ ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ ചെറുപ്പഴം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് കഴിക്കാൻ. നമ്മുടെയൊക്കെ കുഞ്ഞിലെ കടകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിന് മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ തിന്നാൻ മനസ്സ് തോന്നുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ യെല്ലോ കളറ് കൊണ്ടാട്ടമാണ് എണ്ണയിലിട്ട് വറുക്കുന്നത്. അതുപോലെ തൈര് മുളക്. അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ കടയത്തേക്ക് വേണ്ടി പാക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ നാരങ്ങ മിഠായി, ജീരക മിഠായി ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം. സീലിംഗ് മെഷീൻ്റെ അടുത്ത് കിടക്കുന്ന ജീരക മിഠായി ആണെങ്കിൽ അത് 5 രൂപയ്ക്ക് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അതിനകത്ത് ഗ്രാം കുറവാണ്. അപ്പോൾ അത് നമ്മളുടെ ഈ ഏരിയയിലുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ 5 രൂപേൻ്റെ മിഠായിയാണ് കൂടുതലും പോകുന്നത്. പിന്നെ ചില ആളുകളുണ്ട് 5 രൂപേൻ്റെത് വേണ്ട, 10 രൂപേൻ്റെ പാക്കറ്റാണ് വേണമെന്ന്. നാരങ്ങ മിഠായി ആണെങ്കിലും ജീരക മിഠായും ഒക്കെ 10ൻ്റെ വേണമെന്ന് പറയും കേട്ടോ. അത് ചില്ലറ 5 രൂപേൻ്റെ ആക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് തരാൻ ഭയങ്കര പാടാണ്. നിറയൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 5ൻ്റെ മേടിച്ചാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് 10ൻ്റെ മതിയെന്ന് നിർബന്ധമായിട്ട് പറയാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ 10ൻ്റെ പാക്ക് ചെയ്തുകൊണ്ട് കൊടുക്കും. അല്ലാതെ നോർമലി എല്ലാവരും 5ൻ്റെ ആണ് കേട്ടോ മേടിക്കുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഓടി വന്നിട്ട് 10ൻ്റെ മേടിക്കുന്നതിനേക്കാൾ എളുപ്പം 5ൻ്റെ മേടിക്കാനായിരിക്കും. അപ്പോൾ കുറേ പേരൊക്കെ നമ്മൾ കടയിൽ സാധനം കൊടുക്കാൻ പോകുമ്പോഴേ ഇത് ടോയ്സിനകത്ത് നിറച്ചുകൊണ്ട് തരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ടോയ്സ് ആണെങ്കിൽ പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് എല്ലാം ഇഷ്ടം. പക്ഷേ അതിനകത്ത് ജീരക മിഠായി കുറവായിരിക്കുമേ. നമ്മൾ ഇടുന്നതിനേക്കാളും വളരെ കുറവായിരിക്കും. ചെറിയൊരു സ്പൂണിൻ്റെ അത്രയും കാണത്തുള്ളൂ. നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പാക്കറ്റിനകത്ത് നിറയ്ക്കുന്നുണ്ട്. ടോയ്സും കൂടെ വരുമ്പോൾ ആ ജീരക മിഠായിൻ്റെ അളവ് അങ്ങ് കുറയും. നമ്മൾ അളവ് കൂട്ടിയിട്ടാലും കുഞ്ഞുങ്ങളുടെ കണ്ണ് അതിലോട്ട് പോകത്തില്ലല്ലേ. അവർക്ക് ടോയ്സ് കിട്ടുന്നതായിരിക്കും സന്തോഷം. പണ്ട് നമ്മളും ചെറുതായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മക്കളൊക്കെ ഈ ഇതൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് ടോയ്സ് കിട്ടുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിഞ്ഞാൽ. അപ്പോൾ ടോയ്സിൽ ആക്കുന്നതിനെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടോയ്സിൽ നിറച്ചുകൊണ്ട് തരുമോയെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് നമുക്ക് പാക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആരെയും കണ്ടാൽ അറിയില്ലല്ലോ, നമ്മളെ വീഡിയോ കാണുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ കുറേ കോളുകൾ വരുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ പേര് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്പർ മാറ്റിയതിനെ കൊണ്ട് ആർക്കും കോൺടാക്റ്റ് ചെയ്യാൻ വഴിയില്ല. ആൾക്ക് എന്നെ കണ്ടുടഞ്ഞാൽ തന്നെ മനസ്സിലായിട്ടോ. അങ്ങനെ അവിടെ ഒന്ന് സംസാരിച്ചായിരുന്നു, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ആളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയൊരു ബിസിനസ്. ഇപ്പോൾ മറവി എൻ്റെ ഒരു കൂടപ്പിറപ്പായിരിക്കുകയാണ്. എല്ലാം അങ്ങ് ഭയങ്കര മറവിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നിനകത്തും ഡേറ്റ് സീൽ ചെയ്തിട്ടില്ല.
ഡേറ്റ് ഇടാതെ നമുക്ക് ഇവിടെ ഷോപ്പിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബാഗിനകത്ത് സംഭവം ഉണ്ടായിരുന്നു. ഞാനെടുത്ത് എല്ലാത്തിനകത്തും ഡേറ്റ് അടിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ തൂക്കി വെക്കുന്നത്. അവിടെ ഉള്ള ചിക്കാടെ ഒരു ചോദ്യം, ഇവിടെ വന്നിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്? ചില സമയത്തൊക്കെ നൂല് കെട്ടാനും മറന്നിട്ട് പോലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബാഗിനകത്ത് നൂല്, അതുപോലെ ഡേറ്റ് പഞ്ച് ചെയ്യുന്നതും ഒരു സ്റ്റാപ്ലറും ബാഗിനകത്ത് മസ്റ്റായിട്ടും വെക്കണ്ട. അപ്പോൾ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളുടെ വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്, ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഏണിങ്സ്, ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാത്ത ഉള്ളവർക്ക് ചെറിയൊരു വരുമാനം ആയിട്ടും നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്.